പിണറായിക്കെതിരെ ഞാനിങ്ങനെ പിണറായിയുടെ പുറകണക്കല്ലല്ലോ. പിണറായി മോട്ടിച്ചു എന്നറിയാവുന്ന മോട്ടിച്ചു എന്ന് പറയുന്നുള്ളൂ. പിണറായി നല്ലത് ചെയ്ത് നല്ലതെന്ന് പറയും. ഇനിയാണെങ്കിലും അയാൾ നല്ലത് ചെയ്യണം നല്ലതെന്ന് പറയും. ഇനി നല്ലത് ചെയ്യാൻ അവസരമില്ല. അതിനപ്പുറം പോക്കാം. കോൺഗ്രസ് അങ്ങനെ ആരോപിച്ച് കോൺഗ്രസ് എവിടെ? ഷാലു ഒന്ന് ആലോചിച്ച് കോൺഗ്രസ് എവിടെ ഉണ്ടെന്ന് പറ. എവിടെ ഈ കോൺഗ്രസ് ഉണ്ട്? തീർന്നില്ലേ? ഇവിടെ കേരളത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് എത്ര വർഷമായി ഇടതും വലതും ഒരുമിച്ച് നിന്നുകൊണ്ട് വേറെ ഒരു പാർട്ടി ഉണ്ടാകാൻ നോക്കി. ഇപ്പോൾ എവിടെ പോയി? ഇപ്പോൾ കോൺഗ്രസ് തീർന്നു, CPM തീർന്നു, സ്റ്റേറ്റ് തീർന്നു പോയി. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളതിനെ ചിന്തിക്കാതെ നമ്മുടെ സംസ്ഥാനത്തെ ഗതി എന്താ? 4 ലക്ഷം കോടി രൂപ കടമുള്ള ഒരു സ്റ്റേറ്റായി ഈ കേരളന്മാരുടെ ഉത്തരവാദി ആരാ? ഇവിടെ BJP അല്ലല്ലോ. ഇവിടെ മാറി ഭരിച്ചതാരാ? ഇവിടെ മാറി ഭരിച്ച CPM കോൺഗ്രസ് ഉത്തരവാദിത്വം പറയണ്ടേ? അതിനെപ്പറ്റി എന്താ നിങ്ങൾ ചിന്തിക്കാത്ത? ആരാ ഭരിച്ചത്? മാറി ഭരിച്ചല്ലോ. എന്നിട്ട് ഈ കേരളം ഇതുപോലെ കടക്കണില്ലായിരിക്കുന്നു. കേന്ദ്രം തരണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ധനകാര്യമന്ത്രി ബാലഗോപാലിന് 3100 കോടി രൂപ മാത്രമേ തരാനുള്ളൂ എന്ന് പറയേണ്ടി വന്നു നിയമസഭയിൽ? കേന്ദ്രം ബാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തതിന്റെ കണക്ക് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചല്ലോ. മിണ്ടാൻ പറ്റിയോ? വെറുതെ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന മാനദണ്ഡം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണം ആ മാനദണ്ഡം വിട്ടുകൊടുത്തിരിക്കുന്നത് കേരളത്തിന് മാത്രമാണ്. എന്നിട്ട് നന്ദികേട് പറയുന്ന കണക്ക് വേണ്ടേ? കേന്ദ്രം എന്ന് ആ ബഡ്ജറ്റ് കണ്ടറിയില്ല. കേന്ദ്രം അയാളുടെ ബഡ്ജറ്റ് ഇതൊരു കടലാസിൻ്റെ വരെ ആ ബഡ്ജറ്റ് ഉണ്ടോ? B ബഡ്ജറ്റ് ഉണ്ടെന്നാണ് അതെന്നാ കുന്തോ? നിങ്ങൾ പറ. വായിച്ചില്ലേ പത്രത്തിൽ? നിങ്ങളുടെ പത്രത്തിൽ അതിനാ B ബഡ്ജറ്റ്. കേന്ദ്രം സഹായിച്ച അത് അയാളുടെ ഔദാര്യം വേണം. അയൽവാസി എനിക്ക് കൊണ്ടുവന്ന് 10,000 രൂപ തരുന്ന ഞാൻ നല്ല കോഴിയിറച്ചി തന്നെ തിന്നും. എൻ്റെ ഈ കാശില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടക്കും. അതറിയട്ടെ. അതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഓ അതിന് സംഭവം അതല്ല. 10,000 കൂടുതൽ ആളുകൾക്ക് ഈ ലോൺ കുറച്ച് കൊടുത്തിട്ടുണ്ട്, പലിശ കുറച്ച് കൊടുത്തിട്ടുണ്ട്. തിരിച്ചടയ്ക്കാനുള്ള ശേഷിയില്ലാത്തവർ. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു മാനദണ്ഡം നിശ്ചയിക്കുന്നതിന് മുമ്പ് ഒരേ ഒരു കേസ് 10,000 കൂടുതൽ കേസുണ്ട്. ഒരേ ഒരു കേസാണ്. അത് മനസ്സിലായില്ലേ? ഒറ്റ കേസിന് മാത്രം പലിശ കുറച്ച് കൊടുത്ത് തെറ്റായിപ്പോയെന്ന് പറഞ്ഞിരിക്കും. ഒരെണ്ണമാണ് 10,000 കേസിനകത്ത് ഒരെണ്ണം. മനസ്സിലായില്ലേ? ഇന്ത്യയിലെ ഏറ്റവും നല്ല അർബൻ ബാങ്കിൽ ഒന്നാണ് മീനച്ചിൽ ഈസ്റ്റ് ബാങ്ക്. മുഴുവൻ BJP ഇപ്പം പിടികിട്ടിയോ? അതെനിക്കറിയില്ല. ഞാനത് മുഴുവൻ പരിശോധിക്കുന്നില്ല. എൻ്റെ ബാങ്കിനോടാണുള്ളത്. ഞാൻ ശ്രദ്ധിക്കുമല്ലോ. ഒരു വൃത്തികേടുമാണ് നടക്കാറില്ല. ആരും വൃത്തികേട് കരുതിക്കില്ല. ഒരുത്തൻ്റെ മുഴുവൻ പോയി കഴിഞ്ഞവൻ അത് വിറ്റാൽ പോലും കിട്ടുകയില്ലാത്ത നിലയായി. അതുകൊണ്ടാണ് അവന് കുറച്ച് കൊടുത്തത്. അവന് വസ്തു വിറ്റാൽ അവൻ അടയ്ക്കാനുള്ള കാശ് കിട്ടുകയില്ല. അപ്പോൾ അവന് പലിശ ഇളവ് ചെയ്താൽ അവൻ കാശ് അടയ്ക്കാമെന്ന് അവൻ്റെ ബന്ധുക്കളെല്ലാം കൂടെ വന്ന് പറഞ്ഞു. ആ പലിശ ഇളവെടുത്ത് ആ ബാങ്കിന് കിട്ടേണ്ട മുതലെങ്കിലും മേടിക്കേണ്ട ബാങ്ക് അങ്ങനെ മേടിച്ച് ഒറ്റ കേസായി കുറ്റം പറയുന്നു. ക്രമേണ കണ്ടെത്തിയിട്ടല്ല, ഉണ്ടോയെന്ന് അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടെത്തിയിട്ടല്ല. അങ്ങനെ കണ്ടെത്തിയാൽ ചികിത്സിച്ചാൽ പോലെയായിരുന്നു. അങ്ങനെ ചികിത്സിച്ചില്ലല്ലോ. അന്വേഷിക്കാനല്ലേ പറഞ്ഞു. അത് കൊണ്ടുകൊടേ ഒന്നുകൂടെ കൊണ്ടുകൊടുക്കും. നോക്കാം നമുക്ക്. ഇതൊക്കെ എന്നോട് ചോദിക്കാൻ ഞാനാണോ ബാങ്ക് ഇവിടെ എന്ത് ആശയം വയ്ക്കുക? അത് തമിഴ്നാട് ബാങ്കിൽ എന്താ ചോദിക്കാത്തത്? അവിടെ കൊടുത്തിട്ട് ഇതുപോലെ. അപ്പം പിന്നെ ഞാൻ വർത്താനം പറയുന്നു. ഒരു ബാങ്കിൽ നടക്കുന്ന 40,000 ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ബാങ്കാണ് ഈസ്റ്റ് ബാങ്ക്. മനസ്സിലായോ? 16,000 ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ബാങ്കാണ് തമിഴ്നാട് ബാങ്ക്. എല്ലാവരും കൂടെ കൂടിയില്ലോ നമ്മളങ്ങ് തോപ്പിക്കാൻ. അത് ഓടിയായിരുന്നല്ലോ, കണ്ടില്ലേ? എന്നിട്ട് എന്നായി? 7,000 കോടി ഭൂരിപക്ഷത്തിന് അവിടെ ജയിച്ചതല്ല 15 പേര്. മനസ്സിലായില്ലേ? 7,000 കോടി ഭൂരിപക്ഷം. അപ്പോൾ ഇച്ചിരി ക്രിമിടി ഉണ്ടാവും. സാരമില്ല, ഞാൻ നോരിട്ടോളാം, പേടിക്കണ്ട. ഏതാ? എനിക്കറിയില്ല. മത്സരമല്ലേ, നോക്കാം. നമുക്ക് മാക്സിമം സീറ്റ് പിടിക്കാൻ ശ്രമിക്കും. എൻ്റെ ഒരു ചിന്തയാണ് പറഞ്ഞത്. എൻ്റെ ഒരു ചിന്തയിൽ ഒരു 5 സീറ്റ് കൂടുതൽ കിട്ടും. 5 കൂടുതൽ കിട്ടുന്ന എൻ്റെ ഒരു കണക്ക്. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല ഈ പറയുന്ന വാചകടിക്ക് നിങ്ങളും താമസിയാതെ
ഈ SFI കൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? കമ്മ്യൂണിസം കൊണ്ട് വല്ല കാര്യമുണ്ടോ? കഞ്ഞൂടി നടക്കുക കേരളത്തിൽ. കഞ്ഞൂടി നടക്കണമെങ്കിൽ മോദിജി സഹായിക്കണം. അങ്ങനെ വരുമ്പോൾ BJP ചേരേണ്ടി വരും. ജനങ്ങൾ ജീവിക്കണമെങ്കിൽ പട്ടിണിയില്ലാതെ കേരളം പോകണമെങ്കിൽ BJP ചേരണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാ. രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ചുമ്മാ ഇംഗ്ലാവ് ചിന്താ പിടിച്ച് പട്ടിണി കിടന്നാൽ മതി. അങ്ങനെ കുറേ പൊട്ടന്മാരുണ്ട്. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഗതി ഉണ്ടായിരിക്കുന്നത്. ആ പൊട്ടന്മാരൊക്കെ തന്നെ സ്വഭാവം മാറിക്കോളും, തന്നെ മാറും. നമുക്ക് കാണാം, വലിയ താമസമില്ല. ഞാൻ പൊന്നു സാർ, ഞാൻ എത്ര നമ്മളെന്താ പഴക്കമുണ്ടാക്കുന്നത്? ഒരു ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. നിങ്ങളെപ്പോലെ വ്യക്തിയും വിവരമുണ്ടെന്ന് അഭിമാനിക്കുന്നവരെങ്കിലും ഞാൻ മണ്ടൻ ചോദ്യം ചോദിക്കരുത്. ഞാൻ പറഞ്ഞു ഡിമാൻഡ് ഇല്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്നെ ചോദിക്കുന്നത്? ആ അങ്ങനെയാണ്. തന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്വീകരിക്കുമല്ലോ, എനിക്ക് സംശയം വേണമെന്ന് നോക്കാൻ പറ്റുമോ? അത് നോക്കട്ടെ. ട്രോള് എന്ത് ഊളന്മാരാണുള്ളത് ഈ രാജ്യത്ത്. ഈ ഊളന്മാരെ ഇവിടെ നിയന്ത്രിക്കുന്നത് എൻ്റെ ജോലിയാണ്.